ലുലു മാളിലെ കാഴ്ചയാണ്. നോക്കൂ, വൈറ്റും ബ്ലാക്കായ ഫിഷ് അവർ ഒരു കുപ്പിയിലാക്കി വെച്ചിരിക്കുകയാണ്. 250 രൂപയായിരുന്നു ഇത്. നോക്കൂ, ബ്രൗണ്, ബ്ലൂ, എല്ലാ കളറും ഉണ്ടായിരുന്നു. നോക്കൂ, അവൻ വെറുതെ കിടക്കുകയാണ്, ഉറക്കമായിട്ടും തോന്നുന്നു. എല്ലാ കളറും ഉണ്ടായിരുന്നു. ഇതാ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്, വൈറ്റും ബ്ലാക്കായിട്ട്. അതും മെറൂൺ കളറായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. വൈറ്റും മെറൂൺ കളറായിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ബ്രൗണ്. കുറേ നേരം ഫിഷിൻ്റെ അവിടെ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നോക്കൂ, അവിടെ തന്നെയാണ് ഞങ്ങൾ കുറേ നേരം നോക്കി രസിച്ചിരുന്നത്. നേരം പോകാനായിട്ട് കുറച്ചൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. പക്ഷേ വേറെ എല്ലാം പർച്ചേസ് കഴിഞ്ഞിട്ട് വന്ന് വാങ്ങിക്കാമെന്ന് പറഞ്ഞു പർച്ചേസിന് പോകുമായിരുന്നു. പിന്നെ ടയേർഡായ ശേഷം വീണ്ടും തിരിച്ചു വരാൻ മടിയായിട്ട് അതവിടെ തന്നെ വെച്ചിട്ട് വരികയായിരുന്നു. ഇനി പോയി വാങ്ങിച്ചിട്ട് വരണം. നന്നായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇതാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത്. തൂക്കി വെക്കല. പിന്നെ ഇതൊക്കെ ബ്രോക്കോലി, വെജിറ്റബിൾസാണ്. ബ്രോക്കോലി ഞങ്ങൾ വെറുതെ അങ്ങനെ പോയപ്പോൾ ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു. നോക്കൂ, ക്യാപ്സിക്കം അതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടൈമാവും. അതുകൊണ്ട് ഞങ്ങൾ അതൊന്നും എടുത്തില്ല. ഒരുപാട് എല്ലാം എടുക്കണമെങ്കിൽ ഒരുപാട് ടൈം വേണ്ടി വരും. അതും ടയേർഡായിരുന്നു. എന്തെല്ലാമോ ഉണ്ടായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതൊരു തക്കാളി നല്ല 350 രൂപയായിരുന്നു ഈ തക്കാളി. അത് മാത്രം ഒരു 1/2 കിലോ വാങ്ങിച്ചു. ചെറിയ തക്കാളി പ്ലംസ് പോലെ ഉണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് 1/4 കിലോ ഓളം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. നോക്കൂ, ഡ്രാഗൺ ഫ്രൂട്ടൊന്നും വാങ്ങിച്ചില്ല. അത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഇത്രയും വലിപ്പം ഉണ്ടാവില്ല ഞങ്ങളുടെ വീട്ടിൽ കായ്ക്കുന്നത്, കുറച്ച് ചെറുതായിരിക്കും. ഇത് വളരെ വലുതാണ്. 1/2 കിലോ 3/4 കിലോ അത്രയ്ക്കും വലിപ്പമുള്ളതാണ്. അതായത് 1 kg ഉണ്ട് തോന്നുന്നു. അത്രയ്ക്ക് വലുതാണ്.
കണ്ടില്ലേ? ഇതാ നോക്കൂ, ½ kg. ഇതെല്ലാം പേരിച്ചമ്പഴമാണ്. വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്, വൈറ്റ്, ബ്രൗണ്, ബ്ലാക്കും വൈറ്റും കലർന്നത് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു. പേരിച്ചമ്പഴം ഐറ്റം മാത്രം ഒരുപാടുണ്ടായിരുന്നു. നോക്കൂ, ജസ്റ്റ് പോയപ്പോൾ ഒരു വീഡിയോ എടുത്തു. കുറച്ച് നേരം അവർ എടുക്കാനൊന്നും വേണ്ടെന്ന് പറയുമായിരുന്നു, എങ്കിലും കുറച്ചെടുക്കുകയായിരുന്നു ഞാൻ. കണ്ടോ, ഇതെല്ലാം പേരിച്ചമ്പഴം ഐറ്റമാണ്. എല്ലാം ക്ലിയർ ആയിരുന്നു, എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. വെറൈറ്റി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ടൊക്കെ. പിന്നെ മുന്തിരിയുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി. 450 രൂപയായിരുന്നു ഒരു കിലോയ്ക്ക്. നല്ല ടേസ്റ്റായിരുന്നു. എന്തോ ഒരു മുന്തിരിയാണ് അവർ പറഞ്ഞത്, അത് മറന്നുപോയി എനിക്ക്. നല്ല ഏത്തക്കായ് പോലെ ഉണ്ടായിരുന്നു. എലന്തിപ്പഴം ഉണ്ടാവില്ലേ, വലിയ എലന്തിപ്പഴം, അതേപോലെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷെ നല്ല ടേസ്റ്റ്, മധുരമായിരുന്നു, നല്ല കട്ടിയുണ്ടായിരുന്നു. കുരുക്കളൊന്നും ഇല്ല, നല്ല ടേസ്റ്റായിരുന്നു ഈ മുന്തിരിക്ക്. പിന്നെ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും ഒരുപാട് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കണ്ടില്ലേ, ഞങ്ങൾ ഒരു 1/2 കിലോ മാത്രമാണ് ഇത് വാങ്ങിച്ചത്. പിന്നെ നന്നായിരുന്നു. ഇതായിട്ടും അതേപോലെ മെറൂൺ കളറിലുള്ള അതേ ഐറ്റം തന്നെയാണ്. അതും നല്ല ടേസ്റ്റായിരുന്നു. അത്ര തന്നെ ഞങ്ങൾ പിന്നെ വരികയായിരുന്നു. ഒരുപാടൊന്നും എടുക്കാൻ നേരം ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ഓണത്തിന് അവർ കഥകളി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അതും അങ്ങനെ ടൈം കിട്ടിയപ്പോൾ എടുത്തു, അത്ര തന്നെ. അത് നോക്കൂ, കഥകളിയാണ്, കേരളത്തിൻ്റെ അടയാളമല്ലേ. അത് ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് അതങ്ങനെ എടുക്കുകയായിരുന്നു. പിന്നെ അവിടെ ഫൈബറിൻ്റെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. യെല്ലോ, ലാവൻഡർ, വൈറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ള നല്ല രസമുള്ള പൂക്കളും ചെടികളൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു. ഞാൻ മുന്നിലുള്ളത് മാത്രമാണ് എടുത്തത്, ഒരുപാടൊന്നും എടുത്തില്ല. നമ്മൾക്ക് പർച്ചേസിന് പോകുമ്പോൾ ഒരു ഉഷാറുണ്ടാകും. പിന്നെ കുറേ നേരമൊക്കെ പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടയേർഡാകുമ്പോൾ പിന്നെ ഒന്നും തോന്നില്ലല്ലോ. ഒന്നും ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. നോക്കൂ, കുറച്ചെണ്ണം എടുത്ത്. ലാവൻഡർ നല്ല രസമായിരുന്നു ഇത് കാണാനായിട്ട്. സാധാരണ ചെടിയിലെ പുഷ്പം പോലെയാണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് കണ്ടാലൊന്നും അറിയില്ല അത് ഫൈബറാണ്, പ്ലാസ്റ്റിക്കാണ്.